ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രോൺ റോസ്റ്റ് ആണ്. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രൗൺ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പ്രൗൺ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ നമുക്ക് പ്രൗൺ വേണം. അപ്പോൾ അത് നമ്മുടെ സ്പെഷ്യലാണ് പ്രൗൺ. അപ്പം നമുക്ക് പ്രൗണിൻ്റെ ഈ മുകളിലത്തെ സാധനം, ഈ സാധനം ഒരു കറുത്ത സാധനം, അതിൻ്റെ കുടലാണ്. അത് നമ്മളെപ്പോഴും കട്ട് ചെയ്ത് കളയണം. എല്ലാ ചെമ്മീനും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കാം. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് ഒരു പുളി ഇടണം. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കുടംപുളി ഇടണം. ചൂടുവെള്ളം ഇതിൻ്റെ കുടംപുള്ളിൻ്റെ അകത്ത് ഒഴിക്കണം. അത് കുറച്ചും കൂടെ കളർ വരും. കുടംപുളി ഇതിൻ്റെ അകത്ത് ഇനി ഇവിടെ വെക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മളുടെ തേങ്ങ, വെളുത്തുള്ളി, സവാള, പിന്നെ മുളക്, ചെറിയ ഉള്ളി, ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ തേങ്ങയും കൂടെ ഉണ്ട്, തേങ്ങ കൊത്ത്. ഇപ്പം നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇരിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ എന്താ, ഇത് പെട്ടെന്ന് ഇതായി കിട്ടാനാണ്. ഇനി നമുക്ക് ഇത് എന്താ, ഇങ്ങനെ ഒരു മൂടിപ്പാത്രം കൊണ്ട് ഇത് മൂടി വെക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവാള ഇതൊക്കെ ഇല്ലേ, ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കരിയാപ്പല ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയാപ്പലയുടെ തണ്ടില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫ്രേഗ്രൻസ് വരും, നല്ല ഇതാണായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കരിയാപ്പല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോള എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ നമ്മൾ പൊടികളെല്ലാം എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ. നമ്മൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 സ്പൂൺ മതി. ഇനി ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ഇതല്ലേ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എരിവ് കുറച്ച് വേണ്ടവർക്കൊക്കെ കുറച്ചും കൂടെ എരിവ് ഇടാം. ഇപ്പം ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇടാൻ പോകുന്ന ഇതെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ചൂടുവെള്ളം പതിയെ ഒഴിച്ചു വിടാൻ പാടുള്ളൂ, അല്ലാണ്ട് കുറേ ഒഴിച്ചു വിടാൻ പാടില്ല. എന്നിട്ട് ഇത് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ എന്താ ഒറ്റയടിക്കലല്ലോ വെള്ളം ഒഴിക്കുന്നത്, പതിയെ ഒഴിക്കുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പതിയെ ഗ്രേവി ആക്കി എടുക്കണം. ഇനി നമുക്ക് പിന്നെയും ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാം. പതിയെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ. ഇത്ര വെള്ളം മതി. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇല്ലേ, കുറേ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് നമ്മളുടെ ചെമ്മീൻ എത്ര ഉണ്ടോ അത്ര നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് വെള്ളം ഇല്ലേ പറ്റി വരുമ്പോൾ ഒത്തിരി നേരം എടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പുളി ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കാരണമാണ് നമ്മുടെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചെമ്മീനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് നമ്മൾ കൂട്ടി വെച്ചിട്ട് നമുക്ക് കൂട്ടി ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് വറ്റി വരാൻ വേണ്ടി നമ്മൾ ഇത് തുറന്ന് വെക്കണം. അപ്പം ഇങ്ങനെ വറ്റി വന്നോളും. നമ്മളുടെ വെള്ളം ഇതായിട്ടുണ്ട്, കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് കുറച്ച് നമുക്ക് ഉപ്പ് വേണം, ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വരട്ടി കഴിയുമ്പോൾ
നമുക്ക് നോക്കാം. പ്രോൺസിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സെമി ഗ്രേവി ആയിട്ടുള്ളവർക്ക് ഇതെടുക്കാം, ബിക്കോസ് കുറച്ചുകൂടെ വെള്ളമായിട്ടുള്ളത് ഇത് എടുക്കാം, കുറച്ചുകൂടെ വറ്റേണ്ടവർക്ക് വറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, നമ്മുടെ പുളി ഉണ്ട്. ഈ സാധനം കുടംപുളി വേണ്ടവർക്ക് കുടംപുളി ഇടാം, ഇതിലെ പുളി ഏതെങ്കിലും സാധനം മതി. ഈ പുളി വേണ്ടവർക്ക് ഇത് ഇട്ടാൽ മതി. ഞാനിപ്പോൾ എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുളി ഇട്ടുക, ഇഷ്ടമല്ലാത്തവർക്ക് പുളി ഇടണ്ട. ഓക്കെ, പുളി ഇട്ട് നമ്മുടെ കുറച്ചുകൂടെ പ്രത്യേകം നല്ല ഒരു നാടൻ ടേസ്റ്റിൽ നമ്മുടെ കറിക്കൊക്കെ. അപ്പം ഇനി നമ്മളിത് കുറച്ചുകൂടെ വറ്റിക്കാൻ പോവാണ്. വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളുടെ പ്രോൺസിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഫിഷൊക്കെ ഇഷ്ടമില്ലാത്തവർ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ഇവർ പിന്നെ ഈ ടേസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ പിന്നെ ഇല്ലേ എല്ലാ ദിവസവും ഇല്ലേ ഇവരിതാണായിരിക്കും കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റുള്ള കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കരിച്ച് നോക്കിയായിരുന്നു. അപ്പം എല്ലാം കറക്റ്റായിരുന്നു. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, സൂപ്പറുമാണ്. അപ്പോൾ ചോറും നമ്മുടെ കറിയും കൂടെയാണ്. അപ്പം ഈ കറി കൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പം ഇനി ഞാനിത് കരിച്ച് കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാൻ ചെമ്മീൻ റോസ്റ്റും ചോറും കരിച്ച് നോക്കി, അടിപൊളിയാണ്. അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ഉണ്ടാക്കി നോക്കിയവർ കമൻറ്റ് ചെയ്യണം. ബൈ.